ഈ ബസ് കാണുമ്പോൾ എനിക്ക് ഒപ്പം ഓർമ്മ ഒരു റൺവേ സിനിമയിലെ ഡയലോഗാണ്. കാലാപ്പാനി, ചിന്നാടൻ്റെ കാലാപ്പാനി. വേറൊന്നുമല്ല, ഈ വണ്ടീൻ്റെ ഗ്ലാസ്സിൽ എഴുതിയ പേര് കണ്ട, ചിന്നാടൻ. അതുപോലെ തന്നെ ഇത് സാരഥി, ഷാജിയേട്ടൻ. ഷാജിയേട്ടനെ കാണുമ്പോൾ എനിക്ക് വേറൊരു പേര് ഓർമ്മ വരും, ഷാജി പാപ്പൻ. ഷാജി പാപ്പാന്ന് വിളിക്കുന്നത്, പക്ഷേ അത്രക്കൊന്നും ഇല്ല കേട്ടോ, പാവ മനുഷ്യനാണ്. ഏതോ ഒരു കണ്ടക്ടറോട് കത്തി വെക്കുന്നുണ്ട്. ബസ് അങ്ങനെ കണ്ണൂർ നിരട്ടിയിലേക്ക് പോകാൻ വേണ്ടി ട്രാക്കിലാണുള്ളത്. അന്നേരം അന്ന് പോളി വന്ന് ശിവേട്ടനോട് എന്തെല്ലോ കഥ പറയുന്നത്. ശിവേട്ടൻ അജ്വലുള്ള കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ബസ്സിൻ്റെ പുറം കാഴ്ചയെല്ലാം കാണിച്ചിട്ടാന്ന് വെച്ചു. ബ്രേക്കെല്ലാം എടുത്ത് കുറച്ച് ആയതിലും ഇറങ്ങിയിട്ട് അടിപൊളി അത്യാവശ്യം വർക്കെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ തിൻ്റെറും കറക്റ്റും കാര്യങ്ങളും കാണിക്കുമ്പോൾ ഷാജേട്ടൻ വിളിച്ചു പറഞ്ഞു, ഡബി അടിപൊളി ക്യാമറയെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ 360 ഡിഗ്രി കറങ്ങി നോക്കിയിട്ടും ഒരു ക്യാമറ പോലും കണ്ടില്ല. നോക്കുമ്പം അതാ മോനെ കിടക്കുന്ന ഡിസ്പ്ലേ അടക്കം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടത്. പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരായ മുത്തപ്പൻ. ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല, കണ്ണൂരുകാരെ വികാരം. അതാണ് നമ്മുടെ മുത്തപ്പൻ. ഷാജേട്ടൻ ബസ് എടുക്കാനായിട്ട് പുറത്തോടെ പോയിട്ടുണ്ട്. ഇതാണ് കണ്ടക്ടർ അബി. ഇത് ഇർഷാദ്, മാനേജറാണ് കേട്ടോ, കുട്ടാപ്പീന്ന് വിളിക്കും. വണ്ടീൻ്റെ ബാക്കിലും കണ്ടാൽ മുത്തപ്പൻ പൊട്ടം. വലത്തു ഭാഗത്ത് മൂലക്കൊരു തട്ടുണ്ട്. വണ്ടി ബ്രേക്ക് എടുത്ത് ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ ഏതോ ഒരു കാറുകാരൻ കൊണ്ട് തട്ടി കൊടുത്തിയാണ്. ഏകദേശം ഷാജേട്ടൻ എന്തോ ലഗേജെല്ലാം കൊളുത്തിയിട്ടുണ്ട്. അങ്ങനെ ബസ് അവിടെ നിന്ന് എടുക്കാൻ സമയമായിട്ടുണ്ട്. ഞാനന്ന് കുറേ സൈഡായിട്ടുള്ള പനിയും കാര്യങ്ങളിലായിട്ട്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇന്നങ്ങ് പോസ്റ്റിൽ കളയാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഷാജേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി നേരെ ഇരുട്ടി ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹരിശ്രീവാസിനെ ഫോളോ ചെയ്യുക, ചിന്നാടൻ്റെ കാലാപ്പാനിയെ ഫോളോ ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ.